അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് വലൈക്കും ഏറ്റവും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ ഒരു ദിവസം. സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, എൻ്റെ കൂടെ വഹാബ് ഹൈത്തമി ഉസ്താദും അതോടൊപ്പം തന്നെ താഹ ജുനൈദ് ഹൈത്തമി ഉസ്താദുമാണ് ഈ പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ചേരുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് റബീഉൽ അവ്വലിൻ്റെ ആദ്യ ദിവസം. നമ്മൾ ഒരു സുപ്രഭാതത്തിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. നമ്മുടെ പോഡ്കാസ്റ്റ് സംപ്രേഷണത്തിൻ്റെ ആദ്യത്തെ സംപ്രേഷണത്തിൽ എടുത്ത വിഷയം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട മാസത്തിന്റെ സവിശേഷതകൾ പറയുക, നന്മ പറയുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഉദ്ഘാടന പരമ്പര 12 ദിവസം പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടി നമ്മൾ പറയുന്നത് 12 ദിവസം തുടർച്ചയായി നമ്മൾ 12 വിഷയങ്ങൾ അധികരിച്ചുകൊണ്ടുള്ളൊരു ടോക്കാണ് ഞങ്ങൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊത്തിരി ചർച്ചകൾക്ക് ആവശ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മളുണ്ട്. പക്ഷേ നമ്മുടെ ഒന്നാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നബിദിനത്തിൻ്റെ പ്രാമാണിക പിൻബലം എന്നത് സംബന്ധിച്ചുള്ളൊരു ചർച്ചയാണ്. അപ്പം ഞാനിവിടെ ഈ പോഡ്കാസ്റ്റിന് ഞങ്ങൾ റൂം അന്വേഷിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ലൈബ്രറി, ഉസ്താദിൻ്റെ തന്നെ ഒരു ലൈബ്രറി കണ്ടു. ഹൈത്തമി ഉസ്താദിനെ നമുക്ക് സുപ്രഭാതത്തിന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം റമളാൻ മാസപ്പിറവി, ഈദ് മാസപ്പിറവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലതവണ ഉസ്താദ് നമ്മുടെ അതിഥിയായിട്ട് വന്ന ആളാണ്. ഉസ്താദിൻ്റെ ലൈബ്രറിയിൽ ഒത്തിരി പുസ്തകങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇന്ന് നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ആദ്യമായിട്ട് ആരംഭിക്കുക. അതും ഒരു അറിവിൻ്റെ വിസ്ഫോടന വാതായനത്തിൻ്റെ ഒരു കേന്ദ്രത്തിലായി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം. ഉസ്താദ്, നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ നബിദിനത്തിൻ്റെ പ്രാമാണിക പിൻബലമാണല്ലോ. ബേസിക്കലി നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെ പ്രവാചകൻ, പ്രത്യേകിച്ച് ഈ ഒരു മാസം, ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ട്, അനുകൂലിക്കുന്ന ആളുകളുണ്ട്, സ്നേഹിക്കുന്ന ആളുകളുണ്ട്. ഇതെങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിലില്ലാഹി അമ്മാ ബഅദ്. ആദ്യമായി സുപ്രഭാതത്തിൻ്റെ ഈ സംവിധാനത്തിൻ്റെ തുടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ തുടക്കത്തിൽ ആ വിഷയത്തെക്കുറിച്ച് തന്നെ ആയി എന്നതിലുള്ള സന്തോഷം നമ്മൾ പങ്കുവെക്കുകയാണ്. അല്ലാഹു തആല ലോകത്ത് തിന്മയുടെയും അരാജകത്വത്തിൻ്റെയും എല്ലാം വ്യാപകമായി നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു വലിയ വെളിച്ചമാക്കിയ അസ്ഹാബിക നുജൂം എന്ന് പറഞ്ഞ് നക്ഷത്രത്തുല്യരാകുന്ന സ്വഹാബാക്കളെ വാർത്തെടുത്ത നബിതങ്ങളുടെ ഭൂജാതനായ ഉദയത്തിൻ്റെ ദിവസം നമ്മുടെ ഈ സംവിധാനം അതുപോലെ ഒരുപാട് വെളിച്ചങ്ങൾക്ക് കാരണമാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യാണ്. അല്ലാഹു തആല ഖൈർ പ്രദാനം നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരുപാട് തെളിവുകളുടെയോ പിൻബലത്തിൻ്റെയോ ആവശ്യമില്ലാതെ ചെറിയൊരു ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ അവനതിൽ സന്തോഷിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മളെ ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞ് നമ്മൾ ജനിച്ച ദിവസം എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞ് ജനിച്ച ദിവസം നമ്മൾ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ വെളിച്ചമായ, ലോകം തന്നെ സൃഷ്ടിക്കുവാൻ കാരണഭൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ് എന്നതിന് ഒരു നഖലിയായതോ മറ്റോ തെളിവിൻ്റെയോ ആവശ്യം ഇല്ല എന്നതാണ് സത്യം. ഏതായാലും നബിദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ഒന്നാമത്തെ നമ്മളെ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞിട്ടുള്ളത്. നബിദിനം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി ജനിച്ച മാസത്തിൽ ഒന്ന് സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് തന്നെ മർമ്മപ്രധാനമായ വിഷയം. രണ്ടാമത്, ആ സന്തോഷത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ പറയുക, അവിടുത്തെ അപദാനങ്ങൾ പാടുക, പറയുക, അവിടുത്തെ പേരിൽ പാവപ്പെട്ടവർക്കും അതുപോലെ സമൂഹത്തിനുമൊക്കെ സന്തോഷമായ ഭക്ഷണം നൽകുക, ബർക്കത്തിന് ഭക്ഷണം നൽകുക, അത് സന്തോഷം പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ ഒരു ചിഹ്നം എന്ന നിലക്ക് റാലികളോ മറ്റു പരിപാടികളൊക്കെ നടത്തി പരസ്യപ്പെടുത്തുക. അങ്ങനെ നബിതങ്ങളുടെ ഈ സന്ദേശത്തെ സമൂഹത്തിൽ എത്തിക്കുക. അതുപോലെ നബിതങ്ങൾ പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകൾ, പാവങ്ങളെ സംരക്ഷിക്കൽ, അവരെ ശുശ്രൂഷിക്കൽ, സമൂഹത്തിൽ ഐക്യമുണ്ടാക്കൽ, ഇങ്ങനെ തുടങ്ങിയുള്ള നബിതങ്ങൾ നൽകിയ ഒരുപാട് സന്ദേശങ്ങൾ, മെസ്സേജുകൾ അത് സമൂഹത്തിന് കൈമാറുക. ഇതൊക്കെയാണ് റബീഉൽ അവ്വലിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന പരിപാടികൾ. നമുക്കറിയാം, അതുതന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പക്ഷേ ഇതിൽ വിരുദ്ധമായിട്ടുള്ള പല ചർച്ചകളും, ഇതൊന്നും ഒരു ശരിയല്ല എന്ന് പറയുന്ന ഒരു ചർച്ചയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സാമൂഹികമായിട്ട് തന്നെ ആലോചിച്ചാൽ, നമ്മളിതിൻ്റെ ആത്മീയ വശം മാറ്റി വെച്ചിട്ട് സാമൂഹികമായിട്ട് മാത്രം ഈ വിഷയത്തെക്കുറിച്ച് എടുക്കുകയാണെങ്കിൽ തന്നെ വളരെ പോസിറ്റീവായൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഒരിക്കലും നെഗറ്റീവായ ഒരു എനർജി ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഭാഗമായി സമൂഹത്തിൽ ഒരിക്കലും പകരുന്നില്ല. ചില ആളുകൾക്ക് ചില തെറ്റിദ്ധാരണകളുടെ വശമായിട്ട് അവർ പലതും പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ ഒരു നെഗറ്റിവിറ്റി സൊസൈറ്റിയിലേക്ക് ഒരിക്കലും ഇത് കൈമാറുന്നില്ല എന്ന് മാത്രമല്ല,
മറ്റുള്ളവർക്ക് പക്ഷെ മതത്തിൽ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. അത് ആരോപണത്തെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അത് വിമർശനങ്ങൾ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് വിമർശനങ്ങൾ വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളൊരു സാമൂഹികാവസ്ഥ, ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്നിടത്ത് ആരാണ് നബി, എന്തായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം, സന്ദേശങ്ങൾ, ജീവിതം, ഇത് പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാസം റബീഉൽ അവ്വൽ തന്നെയല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു, ആഗസ്റ്റിലാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ ആഗസ്റ്റ് 15 മുമ്പ് നമ്മൾ സ്വതന്ത്രരാണ് 947 ശേഷം. പക്ഷേ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മകൾ വരുന്നത്, അതിന്റെ സ്മരണകൾ പുതുക്കുന്നത്, ആ നേതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുന്നത് പരിപാടി ഇവന്റിനോടനുബന്ധിച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് അത് മാനുഷികമായ ഒരു വികാരമാണത്. സ്വാഭാവികമായിട്ട് ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മയുണ്ടെങ്കിൽ വീണ്ടും ആ സ്ഥലത്തെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ദിവസം ഇല്ലെങ്കിൽ പോലും ആ സ്ഥലത്തെത്തുമ്പോൾ ആ ഒരു ഓർമ്മ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെയെന്നല്ല, അതിനേക്കാൾ ഉപരിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നബിദിനമാവട്ടെ, മക്കയാവട്ടെ, മദീനയാവട്ടെ, ആ ഓർമ്മകൾ അതുപോലെ അങ്ങനെയാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ പോലും നമ്മൾ ഓപ്പണായിട്ടൊന്നും നമുക്ക് പറയാം, ഞങ്ങൾ ഹൈഡ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം സുന്നികളല്ലാത്ത ആളുകൾ നബിദിനം സംഘടിപ്പിക്കുന്നത് ഷിർക്കാണെന്ന് പറയുന്ന ആളുകളോ, അല്ലെങ്കിൽ അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, സഹാബത്തിൻ്റെ കാലത്തുണ്ടായിരുന്നോ, പ്രവാചകൻ്റെ കാലത്തുണ്ടായിരുന്നോ, പ്രവാചകനെങ്കിലും സന്ദേശിക്കേണ്ടതായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഈ ഒരു വശങ്ങളൊക്കെ ഇപ്പോൾ ഹൈതമി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വശമുണ്ട്, സാമൂഹിക വശം ഉൾക്കൊണ്ടിട്ടാണ് ഈ ആളുകൾ ഈ വിമർശനം നടത്തുന്നത്. ചില സാമൂഹിക പരിവർത്തനം എന്നാണ് ഇസ്ലാമിലെ പരിവർത്തനത്തെക്കുറിച്ചൊക്കെ അവർ പിന്നീട് പരിവർത്തിപ്പിച്ച് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് ഈ പരമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആത്മീയമായിട്ടുള്ള ഈ ഒരു വേർഷൻ എന്തുകൊണ്ട് അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല? അവരെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ സുന്നികളല്ലാതെ വിമർശിക്കുന്ന മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനം തന്നെ ഒരു ആത്മീയത തകർക്കുക എന്നതിൽ നിന്നാണ് അത് ഉത്ഭവിച്ചു വന്നത്. സ്വാഭാവികമായിട്ടും ഇത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന അത് പരാമർശമായിരിക്കും. വസ്തുതയാണ്. അതാണ് വസ്തുത. ആത്മീയത തകർക്കുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അതിൽ ഏത് വിഷയം എടുത്തു നോക്കിയാലും ഇന്ന ഒരു സൽക്കർമ്മം ചെയ്യണമെന്ന് അവർ പറയുന്നത് നമ്മൾ കാണുന്നില്ല. ഹദ്ദാദ് ചെല്ലണ്ട, റാത്തീബ് വേണ്ട, മൗലിദ് വേണ്ട, ആണ്ട് വേണ്ട, വേണ്ട വേണ്ട എന്ന് മാത്രം പറയാന്നല്ലാതെ വേണമെന്ന് അവർ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കണില്ല. പൊതുവെ അപൂർവമായി 1-2 ഉണ്ടാവാം. പൊതുവെ അവർ എല്ലാം വേണ്ട എന്ന് പറയുന്നത്. ആത്മീയമായി ഈ കേരളത്തിലെ എന്നല്ല ലോകത്തിലെ മുസ്ലിങ്ങൾ കണ്ടിരുന്ന ഓരോന്നിനെയും തകർക്കുക എന്നതാണ് അവരുടെ ഒരു പോളിസി. അങ്ങനെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരുടെ വാദങ്ങളൊക്കെ അങ്ങനെയാണ് കടന്നു വരിക. അവർക്ക് ഇതിന് പറയാൻ പറ്റുന്ന അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ റബീഉൽ അവ്വൽ 12 നബിദിനം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, എന്നിട്ട് ആ പരിപാടിയിൽ ഇങ്ങനെ പാട്ട് പാടുക, കുട്ടികളെ പാട്ട് പാടിക്കുക, ദഫ് മുട്ടിക്കുക, റാലി നടത്തുക, ഭക്ഷണം കൊടുക്കുക, ഇങ്ങനൊരു പരിപാടി നടന്നത് സ്വഹീഹായ ഒരു ഹദീസിൽ കാണുന്നില്ല. ഇതാണ് ഇപ്പോൾ അവരുടെ ആകെ ഒരു തെളിവ്. ഒന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഹദീസിൽ കാണുന്നില്ല എന്നത് ഇല്ല എന്നതിന്റെ തെളിവല്ല യഥാർത്ഥത്തിൽ. ഒരു സംഗതി നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല എന്നല്ലോ, ഇല്ല എന്നാവില്ലല്ലോ. ഇല്ല എന്ന് പറയണമെങ്കിൽ മുഴുവൻ പരിശോധിക്കണം. ഇപ്പൊ ഈ റൂമിന്റെ ഉള്ളിൽ ഒരു സൂചി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല എന്ന് പറയണമെങ്കിൽ ഈ റൂം ഫുള്ള് നിങ്ങൾ അരിച്ചു പൊറുക്കിയതിന് ശേഷം ഫുൾ നിങ്ങൾ നോക്കിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 23 കൊല്ലത്തെ നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഒക്കെ ജീവിത ചരിത്രങ്ങൾ മുഴുവനായും സ്വഹീഹായ സനദോടുകൂടി നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ല എന്നേ പരമാവധി പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനത് ഉണ്ടോ ഇല്ല എന്ന് പറയില്ല. അവരാ പറയുന്ന വാദം പൊതുവെ അടിസ്ഥാനമില്ലാത്തതാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇങ്ങനെ ഒന്നും ഇല്ല എന്ന് നമ്മൾ ഓരോ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. അങ്ങനെ ഒന്നും നടത്തിയതായിട്ട് കൃത്യമായ തെളിവില്ല എന്ന് വെക്കുക. എന്നാൽ ഇസ്ലാമിൽ ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റൂലേ എന്ന് വേണമല്ലോ ചിന്തിക്കാം. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ 2 ഇനം ഇബാദത്തുകളുണ്ട്. ചില ഇബാദത്തിൽ കൃത്യമായ രൂപവും ഭാവവും ഒക്കെ പഠിപ്പിക്കപ്പെട്ടതുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കാരം, അത് ഇന്ന സമയത്തായിരിക്കണം, ഇത്ര റക്അത്തായിരിക്കണം, അത് ഇന്നത് ചെല്ലണം എന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടതാണ്. അതേ സമയത്തിൽ നമ്മൾ ദീൻ പഠിപ്പിക്കുന്നു, ഇൽമു പഠിപ്പിക്കുന്നു. ഇൽമു പഠിപ്പിക്കുന്നത് ഇന്ന സമയത്താകണമെന്നോ ഇന്ന രൂപത്തിലാകണമെന്നോ ഇത്ര ആവണമെന്നോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അവ 2 ഇബാദത്താണ്. ഇത് ഇൽമു പഠിപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ ഇബാദത്താണ്. പക്ഷേ അതിന്റെ രൂപവും ഭാവവും പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ട് ഓരോ നാട്ടിലെയും സാഹചര്യത്തിലും സന്ദർഭത്തിലും അനുസരിച്ചുകൊണ്ട് അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ വിമർശിക്കുന്ന ആളുകൾ തന്നെ പറയണത് ഞങ്ങളാണ് ഇവിടെ ചോക്കും ഡെസ്കും അതുപോലെ തന്നെ ബോർഡും ഒക്കെ ആരംഭിച്ചതെന്നാണ്.
അപ്പൊ ഇൽമു പഠിപ്പിക്കുക എന്നതിന്റെ ഒരു പുതിയ സംവിധാനം ആരംഭിച്ചതിന്റെ പിതൃത്വം അവരെ അവകാശപ്പെടുക. അത് അന്ന് പ്രവാചകന്റെ കാലത്ത് ഉണ്ടോ ഇല്ല, എന്ന് ചോദിച്ചാൽ അത് ഇല്ല. ചിന്തിക്കില്ല. ചോക്കും പുതിയൊരു ബോർഡും ശൈലി ഇല്ല. അവരുണ്ടാക്കി. അതുപോലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദീൻ പ്രബോധനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വാർഷിക സമ്മേളനങ്ങൾ നടന്നിട്ടില്ല. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ KNM, ISM, പ്രായം ചെന്നവർക്ക് ഒരു സംഘടന, വിദ്യാർത്ഥികൾക്ക് സംഘടന, വനിതകൾക്ക് സംഘടന ഒന്നുമില്ലല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാക്കാലോ. അതൊന്നും അവരുണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ പുതിയതാ. എന്നാൽ ഇതൊക്കെ തെറ്റാണോ? അല്ല. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണെങ്കിലും നമുക്ക് തുടങ്ങാം. കാരണം ഇങ്ങനെ ദീൻ പ്രബോധനം ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ അറിവ് പഠിപ്പിക്കാവൂ എന്ന് കൃത്യമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വരച്ച് കാണിച്ചു തരാത്തത് കൊണ്ട് പറ്റും. നബി തങ്ങളെ സ്നേഹിക്കുന്നതിന് ഇന്ന രൂപമേ പാലിക്കാവൂ, ഇന്ന സമയത്തെ പാടുള്ളൂ എന്ന് ഒന്ന് പഠിപ്പിക്കപ്പെടാത്തിടത്തോളം കാലം നമുക്ക് വ്യത്യസ്തമായ രൂപങ്ങൾ സ്വീകരിക്കാം. സ്വഹാബത്തിനെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അങ്ങനെയാണ്. വൈരുദ്ധ്യങ്ങൾ വരെ കാണാം. ചില ആളുകൾ റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മദീനയിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. ചില ആളുകൾ റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മദീനയ്ക്ക് പുറത്ത് പോയി മദീനയ്ക്ക് കടക്കൂലാന്ന് തീരുമാനിച്ചു. ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല റസൂലുള്ളാഹി മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അറവ് ചെയ്ത് മൂപ്പർ ഒറ്റ പോക്ക. പിന്നെ മൂപ്പർ മദീനയ്ക്ക് വരുന്നില്ല. റസൂലില്ലാത്ത മദീന എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ മൂപ്പരെക്കാണ് റസൂലിനെ സ്നേഹിച്ചിട്ടാണല്ലോ മൂപ്പർ പോയത് ഉറപ്പാണല്ലോ. എന്നാൽ റസൂലിനെ അതിനേക്കാൾ സ്നേഹിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണം വരെ മദീനയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരണം വരെ മദീനയിലാണ്. അപ്പോൾ ഒരാൾ ചോദിക്കാണ്, ബിലാൽ തങ്ങൾ ചെയ്തത് ശരിയായിട്ടില്ല. കാരണം ബിലാൽ തങ്ങളെക്കാണ് സ്നേഹിക്കുന്നത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്തിട്ടില്ലോ എന്ന് ചോദിച്ചാൽ അത് വിഡ്ഢിത്തല്ലേ. സ്നേഹപ്രകടനങ്ങൾ പലർക്കും പല തരത്തിലായിരിക്കും പ്രകടിപ്പിക്കുക പ്രകടനം. ഇതിന്റെ ഒരു പ്രാഥമിക രൂപം ഇസ്ലാമിൽ അടിസ്ഥാനമായിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ഒക്കെ രൂപങ്ങൾ, അതായത് ഇതിന്റെ പുതിയ ആവിഷ്കാരങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇതിന്റെ ഒരു പ്രാഥമിക അടിസ്ഥാനം വിശുദ്ധ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ അടിസ്ഥാനം മനസ്സിലാക്കുന്നിടത്ത് പറ്റിയ പിഴവുകളാണ് ഇത്തരം ആൾക്കാരെ ഇത്തരം പിഴച്ച വാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ. അപ്പൊ അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഇതിൽ നമ്മളെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൃത്യമായിട്ട് പറയാം അല്ലേ. അതെ. എന്നാലും നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഖുൽ ബി ഫളില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പരിശുദ്ധ ഖുർആൻ ആയത്താണ്. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഖുൽ നബി അങ്ങ് പറയുക, ബി ഫളില്ലാഹ് അള്ളാഹുവിന്റെ ഫضل പറയുക, വബി റഹ്മതിഹി അള്ളാഹുവിന്റെ റഹ്മത്ത് പറയുക, ഫബിദാലിക ഫൽയഫ്റഹു അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്ന് ഖുർആന്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ ആണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അതിനേക്കാണ് വലിയ റഹ്മത്ത് നമുക്കവിടെ കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് സന്തോഷിക്കണമെന്ന് ഖുർആൻ തന്നെ കൽപ്പിച്ചു. ഒരായത്തിൽ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം, മറ്റൊരായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലിയ റഹ്മത്ത് എന്നും. ഇത് രണ്ടും കൂട്ടി വായിച്ചാൽ ചെറിയൊരു ബുദ്ധിയോട് മനസ്സിലാക്കാവുന്ന കാര്യമില്ല. ഇത് സന്തോഷിക്കേണ്ട കാര്യമാണ്, നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെയുള്ള ഒരുപാട് അടിസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാം. ഈ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ള ഇത് വരുമല്ലോ. കാരണം മുഅ്മിനീങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ നിഅമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ഈ ആശൂറ നോമ്പ് അത് ഇങ്ങനെ സുന്നത്താവാനുള്ള കാരണം തന്നെ മൂസാ നബി അലൈഹി സ്വലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അത് നിഅമത്തിന് ശുക്ർ ചെയ്യുക മാത്രമല്ല വർഷം തോറും ആശൂറ നോമ്പ് ആ ഒരു ദിവസത്തിൽ ഒരു വർഷം മാത്രമല്ല വർഷം തോറും നബി തങ്ങൾ അത് സുന്നത്താക്കി. നബി തങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയത്തിൽ അവിടെ എല്ലാവരും നോൽമ്പ് വിൽക്കുന്നു, ജൂതന്മാര്. അപ്പൊ എന്താ നോൽമ്പ് വിൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഫിർഔനിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് ഈ ദിവസമാണ്, അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ നിങ്ങളെക്കാണ് ഏറ്റവും യോഗ്യൻ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് അടുത്ത വർഷം മുതൽ ആ സന്തോഷ പ്രകടനം നമ്മൾ തുടങ്ങാണ്. പിന്നെ വർഷാവർഷം ആണ്ടുകളിലായിട്ട് ഈ സന്തോഷം. അവരോട് എതിരാകാന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ 9ാമത്തെ നോമ്പ് കൂടി സുന്നത്താവുന്നത്. നോമ്പ് സുന്നത്തല്ലേ. അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ ഞാൻ 9 കൂടി നോൽക്കും, അത് അവരോട് എതിരാക്കണം. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ സന്തോഷത്തിൽ നമുക്ക് പങ്കെടുക്കണം. ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ എതിരാകാൻ വേണ്ടി ഈ സന്തോഷം ഒഴിവാക്കുകയാണ്. റസൂലുള്ള ചെയ്തത് ഒന്നും കൂടി കൂട്ടി കൊടുക്കുകയാണ്. അവർ മറ്റു മതസ്ഥർ ചെയ്യുന്ന ചില സംഗതികൾ ഉണ്ടാവുമല്ലോ, അതിനോട് എതിരാകാൻ വേണ്ടി എന്തെങ്കിലും കുറച്ചുകൂടി കൂട്ടി കൊടുത്താൽ എതിരാവുമല്ലോ, ഉള്ളത് ഒഴിവാക്കിയാൽ മാത്രമല്ല എതിരാവുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിരാവലുണ്ട് കൊണ്ടുവരുന്നത്. നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു 3 ഈ വിഷയം ഇവർ അംഗീകരിച്ചതാണ് മുൻകാലങ്ങളിൽ. അതായത് ഇങ്ങനെ സന്തോഷിക്കുന്ന വിഷയങ്ങൾ അത് നമുക്ക് ഒരു അവരുടെ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് ടോപ്പിക്ക് പറയാം ആ വിഷയത്തിൽ. അവർ മുൻകാലങ്ങളിൽ നബിദിനം കഴിച്ചതും നബിദിനത്തിന്റെ മഹത്വം പറയുന്നത് വായിച്ചുകൊണ്ട്, അവർ പുസ്തകം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്യാന്നാണ്. ചൂടുമാറ്റങ്ങൾ പുതിയ കാലത്തിലേക്ക് ഇതൊക്കെ ഒരു അപരിഷ്കൃതമാണ് എന്ന ഒരു തോന്നൽ ആ വിമർശിക്കുന്ന ആളുകൾക്ക് ഉണ്ടായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നബിദിനം ആചരിക്കുക എന്ന് പറയുന്നത് അതൊരു പോരായ്മയായിട്ട് അവർക്ക് തോന്നുന്ന പോലെ
അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. കാരണം ഇന്ന് സമൂഹ മൊത്തത്തിൽ എല്ലാ അനുസ്മരിക്കപ്പെടുന്ന ദിവസങ്ങളിലും എല്ലാവരും അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിപുലമായിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഇനി ഡേറ്റ് ഉണ്ടാവാത്ത കോലത്തിലാണ് ഇന്ത്യ രാജ്യത്തൊക്കെ ഓരോ ഡേറ്റിനും ഓരോ ആളുകളെ ഓരോ വിശേഷ ദിവസങ്ങൾ. വിശേഷ ദിവസങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് പുതിയ കാലത്ത് മോശമാണെന്ന് എങ്ങനെ പറയാം? ലോകത്ത് ഏറ്റവും അനുസ്മരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ഒന്നാമതായിട്ട് പറയപ്പെടുന്നല്ലേ പുതിയ കാലത്ത് കിട്ടുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 ഉത്തരങ്ങളാണ് എനിക്ക് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഉസ്താദെ, നബിദിനത്തിന്റെ പ്രാമാണിക പിൻബലം എന്താണ്? ഉസ്താദ് നേരത്തെ അത് പറഞ്ഞു, പക്ഷെ എങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് അത് ഏറ്റവും ചുരുങ്ങിയിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നബിദിനത്തിന്റെ പ്രാമാണിക പിൻബലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. ബുദ്ധിപരമായി ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. സ്വഹാബത്ത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു സ്വാഭാവികമായ അവസ്ഥയിൽ നിന്നാണ് നബിദിനം നമ്മൾ ആഘോഷിക്കുന്നത്. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ ഒരു പ്രത്യേക ഡേറ്റ് തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുഴുവൻ നബിതങ്ങളാണ്. അപ്പൊ ചരിത്രത്തിൽ കാണാൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നത്, സിദ്ദീഖേ, നിനക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണ് റളിയല്ലാഹു അൻഹു? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി എന്താണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, അൻ നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, നബി അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. വൽ ഹുദൂറു ഫീ മജ്ലിസിക യാ റസൂലല്ലാഹ്, നബി നിങ്ങളെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത്. ജമ്മുൽ മാലിൽ ഇൻഫാഖി അലൈക യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സമ്പത്തിന് ദുനിയാവിൽ മുഴുവൻ റസൂലുള്ള മൂപ്പർക്ക്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ഈമാനിലാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമോ ഒരു മാസമോ തെരഞ്ഞെടുത്ത് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങിയിരിക്കേണ്ട വിഷയമില്ല. അവർക്ക് എന്നും റസൂലുള്ളാഹിനെ മദീഹ. റബീഉൽ അവ്വൽ 12-ന് നബിതങ്ങൾ ജനിച്ചതിന് സന്തോഷമായിട്ട് നമ്മൾ റബീഉൽ അവ്വൽ ഒരു മാസമോ 12ഓ തെരഞ്ഞെടുക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുന്നത് ഒരു വർഷം മുഴുവനാണ്. അപ്പൊ മൂപ്പർക്ക് ഒഴിവുള്ള ദിവസമില്ല. എല്ലാ ദിവസവും മൂപ്പര് തെരഞ്ഞെടുത്ത റസൂലുള്ളാഹിന് വേറെ ഒരു സ്വയലയില്ല. നമ്മൾ പല സ്വയലുകളിലാകുമ്പോൾ നമ്മുടെ സലാത്തുകളും മൗലിദുകളും ഒക്കെ നമുക്ക് കുറവാണ്. അപ്പൊ ഈ ഒരു മാസത്തിൽ ചില ആളുകൾ കൂടുതലായിട്ട് ചെല്ലും, ചില 12 മാത്രം പ്രത്യേകം കൂടുതൽ ചെല്ലും, ചില 12 ദിവസം നടത്തും. ഈ സന്തോഷ പ്രകടനങ്ങൾ അവർ നടത്തിയത് ജീവിതം മുഴുവനായിരുന്നു. നമ്മളതൊരു മാസത്തിലേക്ക് ചുരുക്കി എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ അത് ചിലർ 12 ദിവസത്തിലേക്ക് ചുരുക്കും, ചിലർ 12ലേക്ക് ചുരുക്കുന്നു. ഏതായാലും 12-ന് പോലും ഇത് ചിന്തിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈമാൻ എന്തോ തകരാറുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് മുജാഹിദ് പുസ്തകത്തിൽ തന്നെ കാണാം. ഹദീസ് അടിസ്ഥാനമാക്കിയ തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ് അത് നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു. അതായത് ഒന്ന് ഖുൽ ബി ഫദ്ലില്ലാഹി വബി റഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, ഒരു സംഭവം നമ്മൾ ഉദ്ധരിച്ചു. രണ്ടാമത് നമ്മൾ നേരത്തെ തന്നെ ഹദീസ് ഉദ്ധരിച്ചു. ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ, പിന്നെ ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദിവസിക്കുന്നു. അതിന് കാരണം പറഞ്ഞത് എന്താണ്? അതിന് കാരണം പറഞ്ഞത് ഇദ്ദേഹം രക്ഷപ്പെട്ടു, മൂസാ നബി രക്ഷപ്പെട്ടു എന്നാണ്. അതിൽ സന്തോഷിക്കുന്നു. ഇനി നമ്മൾ തിങ്കളാഴ്ച നോമ്പ് വിൽക്കുന്നു, അതിനെക്കുറിച്ച് സ്വഹീഹ ഹദീസിൽ വന്ന എന്താണ്? ഫീഹി ഉലിത്തു, അന്ന് എന്നെ പ്രസവിക്കപ്പെട്ടു എന്നാ. തിങ്കളാഴ്ച നോമ്പെടുക്കാൻ ഒരു കാരണം അന്ന് നബി തങ്ങൾ പ്രസവിക്കപ്പെട്ടതിന് സന്തോഷമാണ്. അപ്പൊ എല്ലാ മാസത്തിൽ റബീഉൽ 12 കടന്നു വരുന്നത് പോലെ ആഴ്ചയിൽ ആ ദിവസം കടന്നു വരുന്നു, തിങ്കളാഴ്ച കടന്നു വരാണ്. ആ ആഴ്ചയിൽ അന്ന് നമുക്ക് നോമ്പെടുക്കൽ സുന്നത്തായുള്ള കാരണം എന്താണ്? അപ്പൊ ഇവർ പറയും, ഇതിൽ നോമ്പാണല്ലോ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണല്ലോ എന്നാണ്. അത് ഒരു സംശയമാണല്ലോ. ഇത് രണ്ടും ഇപ്പൊ നോമ്പാണല്ലോ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കൊടുക്കുകയാണല്ലോ എന്നല്ല. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത്, നോമ്പ് നിസ്കാരം പോലെയുള്ളത് കൃത്യമായ സമയങ്ങൾ, സ്ഥലങ്ങൾ, രൂപങ്ങളും ഒക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് പുതിയൊന്നും തുടങ്ങാനോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനോ പറ്റില്ല. അതേ സമയത്തിൽ ഈ പറയുന്ന ഭക്ഷണം കൊടുക്കലിന് സമയമില്ല, മധുഹ് പറയൽ സമയമില്ല, സ്ഥലമില്ല, രൂപമില്ല, അതേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏത് രൂപത്തിലും ആക്കാം. നോമ്പ് നമുക്കായിട്ടൊന്നും പുതിയ തുടങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് നോമ്പ് നിൽക്കാത്തത്. പക്ഷെ ഇതിനൊക്കെ പറഞ്ഞത് സന്തോഷ പ്രകടനം എന്നാണ്. സന്തോഷ പ്രകടനം എന്നാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വ്യത്യസ്തമാണ്. ഇപ്പൊ ഒരു ഭാര്യ നമ്മൾ സ്നേഹിക്കണം, നമ്മോട് റസൂല പഠിപ്പിച്ചു. പക്ഷെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചാൽ എന്താണ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതെന്ന് റസൂൽ ആയിഷ ബീവിക്ക് എന്താ കൊടുത്തത് നോക്കിയിട്ടല്ല നമ്മൾ കൊടുക്കണേ, പിന്നെ വ്യത്യസ്തമായിരിക്കും. ഈ സഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ ഒരു നബിദിനാഘോഷം ഉണ്ടോ എന്നുള്ളതാണ്. സ്വഹാബത്തിന്റെ കാലത്ത് ഇപ്പൊ നബിദിനാഘോഷം എന്താണ് നബിദിനത്തിന് നടക്കുന്നത് നമ്മൾ ആലോചിക്കണം. നബിദിനത്തിന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്താ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകീർത്തനങ്ങൾ. നബിതങ്ങളുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കാൻ വേണ്ടി മാത്രം മദീന പള്ളിയിൽ ഒരു മിമ്പർ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബിതങ്ങൾ സ്ഥാപിച്ചു കൊടുത്തുന്ന പള്ളിന്റെ ഉള്ളില് നബിതങ്ങളുടെ മദ്ഹ് പാടാൻ വേണ്ടിയിട്ട് നബിതങ്ങൾ അതിനു വേണ്ടി നബിതങ്ങളുടെ ഉത്തരീയം ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ അണിയിച്ചു കൊടുത്തു എന്നാണ്. ഒരു സമ്മാനം, പാട്ടുപാടിയതിനുള്ള സമ്മാനമായിട്ട് അണിയിച്ചു കൊടുത്തു. ഈ കർമ്മങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? നബിദിനത്തിൽ നടക്കുന്നത്. നബിദിനത്തിന്റെ അന്നത്തെ ദിവസം പ്രകീർത്തനങ്ങൾ, അതേപോലെ തന്നെ പിന്നെ ഈ സമ്മാനം കുട്ടികൾക്ക്, മദ്രസ കുട്ടികളൊക്കെ ആകുമ്പോൾ പരിപാടികൾ, അതിനുള്ള സമ്മാനം, ഇതൊക്കെ എന്തിനാണ്? നബിതങ്ങളെ പ്രകീർത്തിച്ചതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ സ്വഹാബത്തിന് എന്നും നബിദിനമാണ്.
ഒരു ദിവസം അവർക്ക് നബിദിനം അല്ലാത്തതില്ല, എന്നും നബിദിനം. നബിദിനം എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ ഓർമ്മയിൽ ഓർമ്മകൾ. ലയിച്ച് ജീവിക്കുകയാണ് അവര്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഈ ഒരു മാസം വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കൂടുതൽ അത് വരുന്നത്. അതല്ല, നമ്മളും സ്വഹാബത്തിനെ പോലെ തന്നെ അവരെ ഇത്തിബാഴ് ചെയ്യാനാണ് നമ്മളോട് എന്താ കൽപ്പിക്കപ്പെട്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ മനസ്സ് പരിവർത്തിതമാണെങ്കിൽ ആദ്യം ഈ ഒരു മാസത്തിലെങ്കിലും പാകപ്പെട്ട് പിന്നെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിന്നെ ആയിട്ടാണല്ലോ. അതിൽ റാലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിന്റെ രഹസ്യമായി നടന്ന ഇസ്ലാമിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പം പരസ്യമായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ റാലി നടത്തിയിട്ടുണ്ട്. അപ്പോൾ റാലി ഇസ്ലാമിൽ ഉള്ളതാണ്. ഈ നബിദിനത്തിലല്ല റാലി ഉള്ളതാണ്. അപ്പോൾ റാലി നമുക്ക് സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ മദ്ഹ് പറയുക, ഖുർആൻ എടുത്ത് പഠിച്ചു നോക്കിയാൽ ഖുർആന്റെ ബഹുഭൂരിഭാഗവും നബിമാരുടെ ചരിത്രങ്ങളാണ്. ഈ ചരിത്രം പറയാനാണ് ഖുർആൻ ഭൂരിഭാഗം ഉള്ളത്. നിസ്കാരത്തിന്റെ സർത്ത് പറഞ്ഞതുപോലെ കൃത്യമായി നോക്കിയ ഖുർആനിൽ കിട്ടുന്നില്ല. 5 വക്ത് നിസ്കാരം എന്ന് പോലും വ്യക്തമായിട്ട് അതിൽ പറയാത്തതുകൊണ്ടാണ് ഷേഖനൂർ ഇത് 3 വക്താന്നൊക്കെ പറയാൻ അവസരം ഉണ്ടായത്. അതേ സമയത്തിൽ ഓരോ നബിമാരുടെ ചരിത്രങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിച്ചത്, നബിതങ്ങളെ അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് പോയത്, നബിതങ്ങളെ ചരിത്രം വ്യാപകമായിട്ട് നമുക്ക് പറയാൻ സമയമില്ലാത്ത മണിക്കൂറുകൾ പറയേണ്ടതാണ്. ഖുർആൻ നബിതങ്ങൾ എങ്ങനെ സംസാരിക്കണം, നബിതങ്ങൾ ഭാര്യമാരും എങ്ങനെ സംസാരിക്കണം, ഇതൊക്കെ ഖുർആൻ പറയണേ. ഈ 5 വക്ത് നിസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചും പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ പറഞ്ഞതിനേക്കാൾ 100 ഇരട്ടി നബിതങ്ങളെ കുറിച്ച് ഖുർആന്റെ ചരിത്രങ്ങൾ പറയാണ്. അങ്ങനെയാണ് ഖുർആൻ പോണത്. പിന്നെ സ്വഹാബത്തിന് നബിദിനാണ് നമ്മൾ പറഞ്ഞു. ഉദാഹരണത്തിന് സഫ്വാൻ റളിയല്ലാഹുവിന്റെ ചരിത്രം കാണാം. മൂപ്പര് ശരീരമൊക്കെ മെലിഞ്ഞ് ഒരുക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ സഫ്വാന് വല്ല രോഗമുണ്ടോ? അപ്പോൾ സഫ്വാൻ റളിയല്ലാഹു പറയണ, രോഗമില്ല റസൂൽ, എനിക്ക് രോഗമൊന്നുമില്ല, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടുന്ന് ഞാൻ എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ അപ്രത്യക്ഷമായി പിന്നെ വന്ന് നിങ്ങളെ കൂടെ ഇരിക്കാം. ഇനി ഞാൻ സ്വർഗത്തിലെത്തിയാൽ, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ഞാൻ താഴെ തട്ടിലായിരിക്കുമല്ലോ, നിങ്ങൾ ഏറ്റവും മുകളിലെ തട്ടിലാവൂലേ. അവിടുന്ന് നബി ഞങ്ങളെ കൂടെ നിൽക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ശരീരം മെലിഞ്ഞുവാണ്. അങ്ങനെ മെലിഞ്ഞ് രോഗിയായി പോവാണ് സുബ്ഹാന റളിയല്ലാഹു അൻഹു. ഇതാണ് അവരുടെ ജീവിതം. അവർക്ക് ഇനി ഒരു ദിവസം പ്രത്യേകം എന്ത് തിരഞ്ഞെടുക്കാനാ? ഒരു നിമിഷം അവർക്ക് ഓർമ്മ മാറുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഒന്നാമത്തെ എപ്പിസോഡ് നമ്മളിങ്ങനെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു സ്നേഹത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു മാതൃക എന്ന് പറഞ്ഞ് നമ്മൾക്ക് അങ്ങനെ ഇന്നതേ ചെയ്യാവൂ, ഇന്ന രീതിയിലെ സ്നേഹം പ്രകടിപ്പിക്കാവൂ എന്നില്ല. ഇല്ല. പരമാവധി ഒരാൾക്ക് എങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ അതെ. പ്രകടിപ്പിക്കുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സ്നേഹവും പ്രകടനവും യഥാർത്ഥത്തിൽ ഒരാൾ ഉണ്ടാക്കുന്നതല്ല, അതെ. അത് ഒരാളിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഉണ്ടായി ഉണ്ടായി വരേണ്ടതാണ്. വരേണ്ടത്. സ്നേഹം, എനിക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ സ്നേഹാവില്ല. സ്നേഹം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന, ഈ ഉള്ളത് അതുള്ള ഒളിപ്പിച്ചെടുക്കാൻ ആളുകളെ കഴിയില്ല. സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ഭാര്യനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അങ്ങനെ ചെയ്യും. അത് പ്രത്യേക ഓരോ സമയത്ത് ഇതെടുക്കും, അവർക്ക് ഇഷ്ടം വിചാരിച്ചാൽ ചെയ്തു കൊടുക്കും. നിങ്ങളോട് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം അതാന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇന്നത് എന്നുള്ള വരച്ച് കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് സ്നേഹപ്രകടനം എന്ന് പറയാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ബുദ്ധിപരമായി സ്നേഹമുണ്ട്, ചിന്തിച്ചാൽ ഞങ്ങളത് മനസ്സിലാക്കാവുന്ന കാണിക്കുന്നില്ല ഒരു എന്ന് കാര്യമാണ്. പറയുന്നതും ശരിയല്ല. പിന്നെ മറ്റൊരു വിഷയം, വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റസൂലിന് സ്നേഹം ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ റബീഉൽ അവ്വൽ മാസം വരുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പേ അവരിരുന്നിട്ട് റസൂലുള്ളാഹിക്ക് പ്രത്യേകത ഇല്ല, റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കാതിരിക്കാൻ എന്തൊക്കെ തെളിവുണ്ട് എന്നാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കണേ. ഇതെങ്ങനെ ഒരു മനുഷ്യൻ സത്യത്തിൽ നിങ്ങൾ ഉപ്പാനെ മദ്ഹ് പറയാനും മദ്ഹ് പറയാതിരിക്കാനും രണ്ടവസ്ഥ ഉണ്ട്. സങ്കല്പിക്കാം, ഉപ്പാനെ മദ്ഹ് പറയുക പറയാക്ക രണ്ടവസ്ഥകളുണ്ട്. അപ്പം മദ്ഹ് പറയാനായിരിക്കുമല്ലോ വല്ല തെളിവുണ്ടോ നിങ്ങൾ ആദ്യം ചിന്തിക്കാം. അതില്ലെങ്കിലാണല്ലോ നിങ്ങൾ മദ്ഹ് പറയാത്തൊരവസ്ഥയിലേക്ക് ചിന്തിക്കാം. അതെ, അതെ. ഇവരിപ്പോ അതല്ല, എങ്ങനെ ഇത് ഇല്ല എന്ന് പറയാൻ പറ്റുന്ന തെളിവ് ആലോചിച്ചുകൊണ്ടിരിക്കണത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് ആ റസൂലിനോട് മസ്തിഷ്കത്തിൽ സ്നേഹമില്ല. വേറൊന്നും അതെ കേറൂല. അതെ, ആ മസ്തിഷ്കത്തിൽ കയറില്ല. അതാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അവർ തലയിൽ കയറും. ഏതായാലും നമ്മൾ ഈ ഒന്നാമത്തെ ഇൻഷാ അല്ലാ. എപ്പിസോഡ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ചുരുക്കി നമ്മൾ എങ്ങനെയാണോ ഇത് പറയാൻ കഴിയുക അത് ആ തരത്തിലാണ് നമ്മൾ ഇത് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ദിനം റബീഉൽ അവ്വൽ 2-ന് നമുക്ക് ബിദ്അത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതിന്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം തുടരുക. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നന്ദി.